ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ AR വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു OnePlusൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. ഞാനല്ല റിവ്യൂ ചെയ്യുന്നത്, എൻ്റെ ഒരു റിലേറ്റീവാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ട് ലൈക്ക്, സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒന്ന് അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. Oneplus 10R ബോക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. OnePlusൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് വെയിറ്റ്, ഷെയർ വാല്യൂ, വെയിറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയടെക്കിൻ്റെ ഇതാണ് പ്രോസറാണ് വന്നിട്ടുള്ളത്, മീഡിയടെക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല അടിപൊളി ബോക്സാണ്. സൈഡിലൊക്കെ 10R എഴുതിയിട്ടുണ്ട്. പിന്നെ ബോക്സിനകത്ത് കേസായിരിക്കും. കേസിനകത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അടിപൊളി കേസാണ്. ഇത് സാധാരണ OnePlusൻ്റെ ഒരു സിലിക്കൺ കേസാണ് വരുന്നത്. സിലിക്കൺ തന്നെ ഇത്, പക്ഷേ ഇത് ബ്ലാക്ക് ഫിനിഷ്, നല്ല മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. പക്ഷേ നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഗോ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിലും എഴുതിയിട്ടുണ്ട് ഡിസൈൻഡ് ബൈ OnePlus. വളരെ ചെറുതായിട്ടാണെങ്കിലും അതൊരു ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് അതിനകത്ത് നമ്മുടെ വെൽക്കം ലെറ്റേഴ്സും ആണെന്ന് തോന്നുന്നു. വെൽക്കം ലെറ്റർ അതിൻ്റെ കൂടെ സിഗ്നേച്ചർ പിന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെഡ് കേബിൾ ക്ലബ് മെമ്പർഷിപ്പ് കാർഡുണ്ട്. അവിടെ ഒരു പ്രീമിയം കാർഡുണ്ട്. അതൊരു റെഡ് കേബിൾ എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ OnePlus യൂസ് ചെയ്തിട്ടുള്ളവരെ അറിയാൻ പറ്റും. പിന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ, പിന്നെ അവരുടെ കുറച്ച് നോട്ട്സും ഗിഫ്റ്റ് കാർഡ് ഗൈഡും, പിന്നെ OnePlusൻ്റെ 2 സ്റ്റിക്കേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ബോക്സിൽ വരുന്നത്. അപ്പം നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഫോൺ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഫോൺ. ബാക്കിൽ IMEI നമ്പറും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ബാക്കിൽ തന്നെ ഉണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ക്യാമറ, ഓക്കെ, ഡിസൈൻ അടിപൊളി ഡിസൈനാണ്. ഒരു നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷ് ഉണ്ട്. പ്ലാസ്റ്റിക് ആണ് കവറിങ് എങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചാർജർ ആണ് സൂപ്പർ വോക്കിൻ്റെ ചാർജറാണ്. സൂപ്പർ വോക്കിൻ്റെ 80 വാട്ടിൻ്റെ ആണ്. ഇതിപ്പോൾ 80 വാട്ടിൻ്റെ ഫോണാണ്. 80 വാട്ടിൻ്റെ ഫീച്ചേഴ്സാണ് ഉള്ളത്. പിന്നെ ഒരു അടിപൊളി ഒരു കേബിളും ഉണ്ട്, റെഡ് കേബിളാണ്. USB Type-C ആണ്. Type-Cയിലോട്ടാണ് പോകുന്നത്. പിന്നെ USB ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സാധാരണ നോർമലി നമ്മുടെ റിയൽമിയിലൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു Type-C to Type-C ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഇത് നമുക്ക് എവിടെയെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും നന്നായിട്ടുണ്ട്. നല്ലൊരു ചാർജറാണ്. ഇതിൻ്റെ ഫാസ്റ്റും കാര്യങ്ങളും ചാർജ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ഓണാക്കി വെക്കാം. ഓക്കെ, പവർഡ് ബൈ ആൻഡ്രോയിഡ്. ആക്ച്വലി ഈ ഫോൺ എൻ്റെ കിട്ടി 2 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ബാക്കി സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലം അല്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. ഓക്കെ, ഓണായി വരാനായിട്ട് ടൈം എടുക്കുന്നു. ഇത്രയും കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് ഓണായി വരുന്നത്. ഇപ്പോൾ എത്ര ഗേജാണ്. ഇതിൻ്റെ അത്യാവശ്യം സ്പീഡ് റിഫ്രഷ് റേറ്റൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇത് കുറച്ചിട്ടേക്കാണ്. 120 വരെ GHz ആണ് റിഫ്രഷ് റേറ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല റിഫ്രഷ്. ഇതിപ്പോൾ ഞാൻ 60 ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് അത്യാവശ്യം എടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫീച്ചേഴ്സാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നെറ്റ്വർക്കും എബൌട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ നമ്മുടെ 8 GB ആണ്. അപ് ടു 5 GB കൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. റാം എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ സ്റ്റോറേജ് 128-ൻ്റെ ആണ്. 128-ൽ അത്യാവശ്യം ഇതെല്ലാം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സാണ്. 12 ആണ് നമുക്ക് വന്നേക്കുന്നത്. 13 and 14
അപ്ഡേഷൻ കിട്ടുമെന്നാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു മോശമല്ലാത്തൊരു വെർഷനാണ്. പിന്നെ വരുമ്പോൾ മാത്രമാണ് കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു വിലയിരുത്തലുണ്ട്. ബിക്കോസ് ആ പ്ലാസ്റ്റിക് കേസൊക്കെയാണ് പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും പിന്നെ 8 MB വൈഡ് ആംഗിളും പിന്നെ ഒരു മാക്രോയാണ് വന്നിരിക്കുന്നത്. 2 MB മാക്രോയാണ് വന്നിരിക്കുന്നത്. പിന്നെ സോണിയുടെ സെൻസേഴ്സാണ് ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുമ്പോഴേക്കും നമ്മുടെ 16 MB വരുന്നുണ്ട്. 16 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു ഫീച്ചേഴ്സാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇതിലെടുത്ത ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോയുടെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കി ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഫിംഗർ സെൻസിബിലിറ്റി വളരെ ഫാസ്റ്റാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഫേസ് ലോക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ, ഞാൻ ഫേസ് ലോക്ക് ഇപ്പോൾ ഇട്ടിട്ടില്ല, അപ്പോൾ എന്തായാലും ഫേസ് ലോക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അൺലോക്കായി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. സെൻസേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിം വരുന്ന സിം നാനോ സിമ്മാണ്. രണ്ടും ഡ്യുവൽ സിമ്മാണ്. രണ്ടും 5G സപ്പോർട്ടാണ്. സിം ഇവിടെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്പീക്കേഴ്സ്, ടൈപ്പ് സി കേബിൾ, പവർ ബട്ടൺ, പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഡിസൈൻ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈനിലാണ് ഫോൺ ഇറക്കിയിരിക്കുന്നത്. പിന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ബാറ്ററി നമുക്ക് 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. സൂപ്പർ വോക്കിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അറൗണ്ട് എൻ്റെ ഒരു 2-3 ദിവസത്തെ യൂസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അറൗണ്ട് 30 to 14 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമായിട്ട് എനിക്കായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് ഇത്. വേറെ ആർക്കും എന്താണ് തോന്നുന്നതെന്ന് അറിയില്ല. എൻ്റെ യൂസിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ചെയ്യുന്ന ചാർജ് ഒരു ഡേ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ചാർജ്. ബട്ട് അത് കുറച്ചുകൂടെ ചാർജ് ചെയ്യുന്നെങ്കിൽ, അതായത് അറൗണ്ട് ഒരു 40% ചാർജൊക്കെ ഇറങ്ങി പോകാനായിട്ട് എനിക്കൊന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ കയറുന്ന അതേ ഫസ്റ്റിൽ തന്നെ 40% വരെ 60% ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 1 ഡേ ഒരു പേഴ്സണൽ ഞാൻ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് 1 ഡേ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ലാഗൊന്നും വന്നില്ല. പിന്നെ ചാർജ് ആവുന്നതിനും ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്കാണ് വരുന്നത്. പ്രൈസിങ്ങിലേക്ക് വരുമ്പോഴേക്ക് ഒരു 38,999 ആണ് വരുന്നത്. പക്ഷെ അതിൽ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഈ പ്രൈസ് റേഞ്ചിന് നമ്മുടെ GT Neoയും സെയിം കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ബ്രാൻഡിൻ്റെ വാല്യൂ ആയിരിക്കാം അവർ ഇത്രയും പ്രൈസ് കൊടുത്തതിനുള്ള റീസൺ. പക്ഷേ എങ്കിലും ഫോൺ അത്രയും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു മെറ്റൽ കേസിങ്ങിന് കൊടുക്കാമായിരുന്നു. ഒരു ഇതായതുകൊണ്ട്, ഇത്രയും പ്രൈസ് ആയതുകൊണ്ട് മെറ്റൽ കേസിങ്ങിന് കൊടുക്കാമായിരുന്നു. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ മോശമായതുകൊണ്ടല്ല പറഞ്ഞത്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിന് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണുള്ളത്. പിന്നെ ഓവറോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ പ്രൈസ് റേഞ്ച് OnePlusന്റെ അറിയാമല്ലോ, എല്ലാവർക്കും കുറച്ച് കൂടുതലായിരുന്നു. വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് അറിയാവുന്ന ഇത്രയും വിവരങ്ങളായിരുന്നു. ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. എന്തെങ്കിലും ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എന്തായാലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.